ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മനോരഥങ്ങൾ എന്ന സീരീസ് ആണ്. MD വാസുദേവൻ നായർ രചിച്ച 9 കഥകളാണ് ഈ ഒരു സീരീസിൽ കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ കഥയുടെ പേര് ഓളവും തീരവും എന്നാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തോണിക്കാരനായ അബ്ദുവിനെയാണ്. അയാൾ വല്ലാതെ ചുമച്ചുകൊണ്ട് ആ തണുപ്പത്തിരിക്കുകയായിരുന്നു. മൂപ്പൻ അയാളോട് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തോണി തുഴയാൻ സാധിക്കില്ല എന്ന്. അയാൾ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തോണിയും എടുത്തുകൊണ്ട് പോവുകയാണ്. അയാളുടെ അവസ്ഥ കണ്ട് മൂപ്പൻ ഓടിപ്പോയി ബാപ്പുട്ടിനെ വിളിക്കുന്നു. അബ്ദുവിനെ ഒറ്റയ്ക്ക് വിടണ്ടെന്നും നീയും കൂടെ പോകാൻ ബാപ്പൂട്ടിയോട് അയാൾ പറയുന്നു. അങ്ങനെ ബാപ്പൂട്ടി അബ്ദുവിന്റെ കൂടെ സഹായത്തിന് ആ തോണിയിലേക്ക് കയറുന്നു. മരത്തടികൾ പുഴയിലൂടെ അക്കരയ്ക്കെത്തിക്കുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി. ഈ അബ്ദുവിന് ഒരമ്മയും സഹോദരിയുമുണ്ട്. എന്നാൽ അച്ഛൻ മരിച്ച ശേഷം അമ്മ വേശ്യാവൃത്തിയിലൂടെയാണ് അബ്ദുവിനെയും സഹോദരിയെയും നോക്കിയത്. അത് മനസ്സിലായി തുടങ്ങിയ പ്രായത്തില് അബ്ദു അവിടെ നിന്ന് നാടുവിട്ടു. പിന്നീട് അവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചു പോയിട്ടില്ല. എന്നാൽ മാസാമാസം ഒരു തുക മമ്മദക്കയുടെ കയ്യിൽ അയാൾ കൊടുത്തയക്കുമായിരുന്നു ആ നാട്ടിലേക്ക്. അബ്ദുവിന്റെ അമ്മയുടെ പേര് ബിയാത്തു എന്നാണ്, സഹോദരിയുടെ പേര് നബീസു എന്നും. അമ്മ തെറ്റായ തൊഴിൽ തെരഞ്ഞെടുത്തതിൽ അബ്ദുവിന് അമ്മയോട് ഇപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു. അയാൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ ചുമക്കാൻ തുടങ്ങി. കുറച്ചു കഴിയുമ്പോൾ ചുമച്ച് അയാൾ കുഴഞ്ഞു വീഴുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ അബ്ദുവിന്റെ അമ്മയും സഹോദരിയുമാണ്. അമ്മ ഇപ്പോൾ ആ ജോലിയൊക്കെ നിർത്തിയെങ്കിലും വഴിയെ പോന്നവരെല്ലാം തന്നെ അവരെ ആ ഒരു കണ്ണുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. നബീസു അമ്മയുടെ വഴിയിൽ ഇതുവരെയും പോയിട്ടില്ല. എന്നാൽ പോലും ആൾക്കാര് അവളെയും ആ കണ്ണുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അബ്ദുവിന്റെ മരണവിവരം അറിയിക്കാൻ ബാപ്പുട്ടി അവിടേക്ക് വരുന്നു. അബ്ദു മരിച്ചതറിഞ്ഞ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് നബീസു ആയിരുന്നു. അങ്ങനെ അബ്ദുവിന്റെ മൃതദേഹം പള്ളിയിലേക്ക് അടക്കാൻ കൊണ്ടുപോയി. നബീസുവിന് 10 വയസ്സുള്ളപ്പോൾ നാടുവിട്ടതായിരുന്നു അബ്ദു. അബ്ദുവിന്റെ ഇപ്പോഴത്തെ മുഖം പോലും അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ചടങ്ങുകൾ കഴിഞ്ഞ് അബ്ദുവിന്റെ സാധനങ്ങളുമായി ബാപ്പൂട്ടി നബീസുവിന്റെ അടുത്തെത്തുന്നുണ്ട്. അവളുടെ അമ്മയെ പോലെ തന്നെയായിരിക്കും നബീസു എന്ന് ആദ്യം ബാപ്പൂട്ടി തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളുമായിട്ട് അധികം സംസാരിക്കാൻ പോലും ബാപ്പൂട്ടി നിന്നില്ല. എന്നെങ്കിലും എന്റെ ഇക്ക എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഓരോ തോണി വരുമ്പോഴും ഞാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ഒരു തവണ പോലും ഇക്ക ഞങ്ങളെ കാണാൻ വന്നില്ല. അമ്മ ഇങ്ങനെ ആയി പോയതിന് ഞാനെന്ത് തെറ്റാ ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നു. അവളുടെ വിഷമം കണ്ടപ്പോൾ ബാപ്പൂട്ടിക്കും സങ്കടം വരാൻ തുടങ്ങി. താൻ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് ബാപ്പൂട്ടിക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ചു ദിവസം കഴിയുമ്പം ബാപ്പൂട്ടി വീണ്ടും അവിടേക്ക് വരുന്നുണ്ട്. അബ്ദു ജോലി ചെയ്തുണ്ടാക്കിയ കാശ് മൂപ്പൻ അവന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് മമ്മദക്കയുടെ കയ്യിൽ ബാപ്പൂട്ടി കൊടുത്തിട്ട് പറയുന്നുണ്ട് ബിയാത്തുവിന്റെ വീട്ടിലെത്തിച്ചേക്കാൻ. എന്നാൽ ഇവിടം വരെ വന്നതല്ലേ, നീ തന്നെ കൊണ്ടു കൊടുക്കാനാണ് മമ്മദക്ക ബാപ്പൂട്ടിയോട് പറയുന്നത്. ബാപ്പൂട്ടി നേരെ ബിയാത്തുവിന്റെ കുടിയിലേക്ക് ചെല്ലുന്നു. അവരുടെ കയ്യിൽ ആ കാശ് കൊടുക്കുന്നുണ്ട്. മരിക്കുമ്പോഴും എന്റെ മോൻ എന്നോട് ദേഷ്യമായിരുന്നു എന്ന് ബിയാത്ത് ചോദിക്കുന്നു. അതിനൊന്നും മറുപടി പറയുന്നില്ല ബാപ്പൂട്ടി. അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞിട്ടും അയാൾ അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അബ്ദുവിന്റെ ഉപ്പ മരിച്ച ശേഷം ഞാനും കുട്ടികളും പട്ടിണിയായിരുന്നു. അന്ന് ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരാരെങ്കിലും അന്ന് സഹായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയി തീരില്ലായിരുന്നു. ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത തന്റെ മകളെയെങ്കിലും നല്ലൊരു രീതിയിൽ വിവാഹം കഴിച്ചയക്കണമെന്ന് ബിയാത്തുവിന് ആഗ്രഹമുണ്ടായിരുന്നു. കുളക്കടവിൽ വെച്ച് ബാപ്പൂട്ടി നബീസുവിനെ കാണുന്നുണ്ട്. അബ്ദുവിന്റെ പെട്ടിയിൽ നിന്ന് കിട്ടിയ പേഴ്സാകട്ടെ ബാപ്പൂട്ടിയുടെ കയ്യിൽ അവൾ കൊടുക്കുന്നുണ്ട്. അതില് ബാപ്പൂട്ടിയും അബ്ദുവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. എന്റെ ഇക്ക ഇങ്ങനെയായിരുന്നു ഇരുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ പോയതായതുകൊണ്ട് അവൾ ഇതുവരെയും ഇക്കയുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പതിയെ ബാപ്പൂട്ടിക്ക് നബീസുവിനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. വളകൾ വിൽക്കാൻ വരുന്ന ആളുടെ കയ്യിൽ നിന്നും പെൺകുട്ടികൾ വളകൾ വാങ്ങിക്കുന്ന കണ്ടപ്പോൾ ബാപ്പൂട്ടിക്ക് ഒരു ആഗ്രഹം തോന്നുന്നു നബീസുവിന് വേണ്ടിയിട്ട് കുറച്ച് വളകൾ വാങ്ങിക്കാൻ. അവളുടെ കൈയുടെ അളവ് അറിയാത്ത കാരണം വലുതും ചെറുതുമായ കുറെ വളകൾ ബാപ്പൂട്ടി വാങ്ങിക്കുന്നു. ഇതെല്ലാം മമ്മദക്ക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ വളകളുമായിട്ട് നബീസുവിനെ കാണാൻ ബാപ്പൂട്ടി പോകുന്നുണ്ട്. അന്ന് താൻ ഒരുപാട് ദേഷ്യത്തിൽ സംസാരിച്ചതിന് അവളോട് മാപ്പ് ചോദിക്കുന്നു. അതൊന്നും സാരമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ വീണ്ടും ബാപ്പൂട്ടി അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ആളുകൾ കണ്ടാൽ പലതും പറയും. ഇതുവരെയും ഞാനൊരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല, അതിനി അങ്ങനെ തന്നെ ആകുമെന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നു. എനിക്ക് ആൾക്കാരെ ഒന്നും പേടിയില്ല എന്ന് ബാപ്പൂട്ടി ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. മമ്മദക്ക ബാപ്പൂട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ബാപ്പൂട്ടിയുടെ കയ്യിൽ നിന്നും വള താഴേക്ക് വീഴുന്നു. അത് കണ്ടപ്പോഴേ മമ്മദക്കയ്ക്ക് കാര്യം ഉറപ്പായി. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് തുറന്നു പറയാൻ മമ്മദക്ക പറയുന്നുണ്ട്. അങ്ങനെ പതിയെ നബീസുവും ബാപ്പൂട്ടിയും അടുക്കുന്നു. അവൻ വാങ്ങിച്ചു കൊടുത്ത വളകളൊക്കെ അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. താൻ ഇത്രയും കാലം ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് ഏതെങ്കിലും തോണിക്കടവിലാണ് കിടന്നിരുന്നത്. ഇനി നിന്നെ നിക്കാഹ് കഴിച്ച് ഒരുമിച്ച് താമസിക്കണമെങ്കിൽ ചെറിയൊരു കുടില് കെട്ടണമെന്ന് അയാൾ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കാശ് സമ്പാദിക്കാനുള്ള ഓട്ടത്തിലാണ് ബാപ്പൂട്ടി. മഴയത്ത് തടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്ക് വേണ്ടി ബാപ്പൂട്ടി പോകാൻ ഒരുങ്ങുകയായിരുന്നു. പോകുന്നതിന് മുമ്പ് ബിയാത്തുവിനോട് വന്ന് യാത്ര ചോദിക്കുന്നു. കൂട്ടത്തിൽ നബീസുവിനെയും കാണുന്നുണ്ട്. നബീസുവിനെ നിക്കാഹ് കഴിക്കാനുള്ള തന്റെ ഇഷ്ടം തൽക്കാലം ബിയാത്തുവിനോട് ബാപ്പൂട്ടി പറയുന്നില്ല. മരപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് കാശുമായിട്ട് താൻ തിരിച്ചു വരും. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ബാപ്പൂട്ടി പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ നാട്ടിലേക്ക് പുറത്ത് ജോലി ചെയ്തിരുന്ന ഒരു പ്രമാണി തിരിച്ചു വരുന്നുണ്ട്. അയാളുടെ പേര് കുഞ്ഞാലി എന്നാണ്. വലിയ പണക്കാരനായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരും അയാളെ
വലിയ രീതിയിൽ ബഹുമാനിച്ചിരുന്നു. നാട്ടിലെങ്ങും അയാൾ കൊണ്ടുവന്ന സാധനങ്ങളെക്കുറിച്ചും അയാളെക്കുറിച്ചുമായിരുന്നു ചർച്ച. ഇത് ബിയാത്തുവിന്റെ ചെവിയിലും എത്തുന്നു. പണ്ട് പുഴയിൽ മീൻ പിടിക്കാൻ വരുന്ന സമയത്ത് ബിയാത്തുവിന്റെ കയ്യിൽ നിന്നും ഒരുപാട് ചോറുണ്ട വ്യക്തിയാണ് ഈ കുഞ്ഞാലി. നബീസും ബിയാത്തും കാശിന് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. പല സാധനങ്ങളും വാങ്ങാൻ അവരുടെ കയ്യിൽ കാശ് തികയാറില്ലായിരുന്നു. അതുകൊണ്ട് കടം പറഞ്ഞ് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങും. അങ്ങനെ ഒരു ദിവസം സാധനവും വാങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്കാകട്ടെ നബീസുവിനെ കുഞ്ഞാലി കാണുന്നു. കുഞ്ഞാലിക്ക് നബീസുവിനെ കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടമായി. നബീസ് വീട്ടിലേക്ക് പോകുന്ന വഴി കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാത്ത കാരണം ഇറച്ചി വെട്ടുകാരൻ അവളെ ഓരോന്ന് പറയുന്നു. അവൾ വീട്ടിൽ ചെന്ന് ഇത് ബിയാത്തുവിനോട് പറയുന്നു. ദേഷ്യം വന്ന ബിയാത്തു കവലയിലേക്ക് ചെന്നിട്ട് ആ ഇറച്ചി വെട്ടുകാരനുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. 25 രൂപ അയാൾക്ക് കൊടുക്കണമായിരുന്നു. കാര്യമറിഞ്ഞ കുഞ്ഞാലി അവിടെ വെച്ച് തന്നെ അയാളുടെ കടം തീർത്തു കൊടുക്കുന്നു. ഇത് കണ്ട് ബിയാത്തു ഒരുപാട് സന്തോഷിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. നബീസുവിന്റെ മനസ്സ് മുഴുവൻ ബാപ്പൂട്ടിയായിരുന്നു. എന്നും അവള് ബാപ്പൂട്ടിയെ കാത്ത് തോണിക്കടവിൽ പോയി നിൽക്കും. എന്നാൽ ബാപ്പൂട്ടി ഇപ്പോഴും മരപ്പണിയിൽ തന്നെയാണ്. പണി കഴിഞ്ഞാലുടൻ അവൻ തിരിച്ചു വരുമെന്ന് മമ്മദക്കയും പറയുന്നുണ്ട്. നബീസുവിന്റെ മുകളിൽ ഒരു കണ്ണുള്ളത് കാരണം കുഞ്ഞാലിയാകട്ടെ ബിയാത്തുവിനെ കാണാനെന്ന വ്യാജേന അവരുടെ വീട്ടിലേക്ക് വരുന്നു. കാശും പണവുള്ള അയാളെ കണ്ടപ്പോൾ ബിയാത്തുവിന്റെ മനസ്സിലും നബീസുവിനെ അയാളെ കൊണ്ട് കെട്ടിച്ചാലോ എന്നുള്ളൊരു വിചാരം വരുന്നുണ്ട്. അത് കാരണം അയാളെ നല്ല രീതിയിൽ സൽക്കരിക്കുകയാണ് ബിയാത്തു. ഒരു ചായ ഇട്ടുകൊണ്ടുവരാൻ നബീസിനോട് പറഞ്ഞിട്ട് നബീസു അത് ചെയ്യുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ കുഞ്ഞാലി പോകുന്നു. കുഞ്ഞാലി പോകുന്നിടം വരെ നബീസു ഉമ്മറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ പോയി കഴിഞ്ഞതും ബിയാത്തു അവളെ ഒരുപാട് വഴക്കു പറയുന്നു. എന്നാൽ ചായ ഇടാൻ ഇവിടെ സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് അവൾ പറയുന്നത്. കുറച്ചു കഴിയുമ്പോൾ കുഞ്ഞാലിയുടെ ആൾക്കാര് അവിടേക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. വീട്ടു സാധനങ്ങളെല്ലാം കുഞ്ഞാലി തന്നയച്ചതാണെന്ന് പറയുന്നു. ഇതൊന്നും വാങ്ങണ്ട എന്ന് നബീസു പറയുന്നുണ്ട്. എന്നാൽ ബിയാത്തു കേൾക്കുന്നില്ല. മഴ പെയ്യുന്ന സമയത്ത് തടിയുമായിട്ട് നദിയിലൂടെ പോകാൻ ആരും തയ്യാറായിരുന്നില്ല. ആ സമയത്ത് ബാപ്പൂട്ടി ആ ജോലി ഏറ്റെടുക്കുന്നു. നല്ല കാശ് തരാമെന്ന് മുതലാളി പറയുന്നത് കൊണ്ടാണ് അവൻ അത് ഏറ്റെടുക്കുന്നത്. മൂപ്പം പറയുന്നുണ്ട് അങ്ങനെ പോകരുതെന്നും ഇതുവരെ അങ്ങനെ മഴയത്ത് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നും. വലിയ അപകടം പിടിച്ച പണിയാണ്. എന്നാൽ തനിക്ക് കാശിന്റെ ആവശ്യമുണ്ട്. താനൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന് ബാപ്പൂട്ടി പറയുന്നു. പെണ്ണാരാണെന്ന് ചോദിക്കുമ്പോൾ നബീസു ആണെന്ന് പറയുന്നു. ഇത് കേട്ട് മൂപ്പൻ അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീയും ആ വലയിൽ പോയി വീഴാൻ പാടില്ല. അമ്മയ്ക്കും മകൾക്കും കാശ് മാത്രം മതി. കാശ് എവിടെയുണ്ടോ അവിടേക്ക് ചായും. എന്നാൽ ബാപ്പൂട്ടി അതൊന്നും ചെവി കേൾക്കുന്നില്ല. തന്റെ നബീസുവിനെ ബാപ്പൂട്ടിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. നാം മഴയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് തടിയുമായിട്ട് ബാപ്പൂട്ടി പുഴയിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബാപ്പൂട്ടി തിരിച്ച് ബിയാത്തുവിന്റെ വീട്ടിലേക്ക് വരുന്നു. ബാപ്പൂട്ടിയെ കണ്ടതും നബീസ് ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ ബിയാത്തുവിന് ഇത്തവണ ഒരു സന്തോഷവുമില്ലായിരുന്നു. ഒരു താല്പര്യവുമില്ലാതെയാണ് ബിയാത്തു ബാപ്പൂട്ടിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് കുഞ്ഞാലി അവിടേക്ക് വരുന്നത്. കുഞ്ഞാലിയെ വലിയ രീതിയിൽ സൽക്കരിച്ചിരുന്നതെല്ലാം തന്നെ ബാപ്പൂട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബാപ്പൂട്ടിക്ക് കാര്യം പിടികിട്ടി. അയാൾ അവിടെ നിന്നും ഇറങ്ങി പോകാൻ തുടങ്ങി. കുഞ്ഞാലി പറയുന്നുണ്ട് ഇവന്മാരെയൊന്നും വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന്. മൂപ്പം പറഞ്ഞത് ശരിയാണെന്ന് ബാപ്പൂട്ടിക്കും തോന്നാൻ തുടങ്ങി. ഇപ്പോൾ അമ്മയ്ക്കും മകൾക്കും ഈ പണക്കാരനെ മതിയായിരിക്കും. എന്നാൽ ഓൾ അങ്ങനെയൊന്നും നിന്നെ ചതിക്കില്ല എന്ന് മമ്മദക്ക പറയുന്നുണ്ട്. നിന്നെ കാത്ത് ഒരുപാട് തവണ ഈ തോണിക്കടവിൽ അവൾ വന്ന് നിന്നിട്ടുണ്ട്. അവളുടെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാണ്. ബാപ്പൂട്ടി വീണ്ടും ബിയാത്തുവിന്റെ അവിടേക്ക് ചെല്ലുമ്പോ അവിടെ കുഞ്ഞാലി ഉണ്ടായിരുന്നു. അവനെ ഉള്ളിലേക്ക് കയറാൻ കുഞ്ഞാലി സമ്മതിക്കുന്നില്ല. അതിന്റെ പേരിൽ അവര് തമ്മിൽ തർക്കമായിരുന്നു. ഇത് കേട്ടുകൊണ്ടു വന്നിട്ട് ബിയാത്തു പറയുന്നുണ്ട് നീ ഇനി ഇവിടെ വരാൻ പാടില്ല എന്ന്. ബാപ്പൂട്ടിയെ അവിടെ നിന്നും അവർ പറഞ്ഞയക്കുന്നു. ഇതെല്ലാം കണ്ട നിസ്സഹായയായി നിൽക്കുകയായിരുന്നു നബീസു. പിറ്റേന്ന് നബീസു ബാപ്പൂട്ടിയെ കാണാൻ ചെല്ലുന്നു. എന്നാൽ ബാപ്പൂട്ടി അവളോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. തള്ളയ്ക്കും മകൾക്കും കാശ് മാത്രം മതി, സ്നേഹത്തിനൊന്നും ഒരു വിലയില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ബാപ്പൂട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് അവള് പറയുന്നുണ്ട് അത് അമ്മയാണ് നിർബന്ധിക്കുന്നത്. എനിക്കതിൽ ഒരു താല്പര്യവുമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും ബാപ്പൂട്ടിക്കയുടെ കൂടെ വരാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവർ ഒളിച്ചോടാൻ തീരുമാനിക്കുകയാണ്. തോണിക്കടവിൽ അവൾക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ബാപ്പൂട്ടി. ബാപ്പൂട്ടിയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവൾ വീട്ടിലെത്തി തന്റെ സാധനങ്ങളെല്ലാം പെട്ടിയിൽ അടുക്കി വെക്കുകയായിരുന്നു. ആ സമയത്ത് ബിയാത്തു കവലയിലായിരുന്നു. ബിയാത്തു കവലയിൽ നിൽക്കുന്നത് കുഞ്ഞാലിയും കാണുന്നു. ബിയാത്തു കവലയിലാണെങ്കിൽ വീട്ടിൽ നബീസ് തനിച്ചാകുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അയാൾ നബീസുവിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. അയാളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അവൾ കഥ കടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും അയാൾ ഇറങ്ങി പോകുന്നുണ്ട്. നബീസുവിനെ കാണാത്ത കാരണം അവിടേക്ക് ബാപ്പൂട്ടി തിരക്കി വന്നതായിരുന്നു. വഴിയിൽ വെച്ച് ബാപ്പൂട്ടിയെ പിടിച്ചു നിർത്തി കുഞ്ഞാലി പറയുന്നുണ്ട് നിന്റെ ഓളുടെ കൂടെ കിടന്നിട്ടാ ഞാൻ വരുന്നതെന്ന്. ഓളെ ഞാൻ പിറന്ന പടി കണ്ടോ. ഓളെ കൊണ്ടുള്ള എന്റെ കാര്യം കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ എന്റെ ഉച്ചിഷ്ടം നീ തിന്നോ. ബാപ്പൂട്ടിയുടെ നെഞ്ചിൽ ഒരു ഇടുത്തി വീണ മട്ടായിരുന്നു. ആ ദേഷ്യത്തിലും സങ്കടത്തിലും അയാൾ കുഞ്ഞാലി ഒരുപാട് തല്ലുന്നു. നാട്ടുകാരെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. എന്തൊക്കെ വന്നാലും ശരി താൻ നബീസുവിനെ വിവാഹം കഴിക്കുമെന്ന് തന്നെ ബാപ്പൂട്ടി പറയുകയാണ്. ഓളെ ഈ നാട്ടില് പിഴച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഓളെ നിക്കാഹ് കഴിച്ച് ഞാൻ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടാണ് നേരെ നബീസുവിന്റെ അടുത്തേക്ക് ബാപ്പൂട്ടി ചെല്ലുന്നത്. ബാപ്പൂട്ടി ചെല്ലുമ്പോൾ തന്റെ മകൾക്ക് സംഭവിച്ചതെല്ലാം അറിഞ്ഞിട്ട് തലയ്ക്ക് കൈയും കൊടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിയാത്തു. നബീസ് കരഞ്ഞുകൊണ്ട് ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. നമുക്ക് പോകാമെന്ന് പറഞ്ഞ
പറഞ്ഞിട്ട് ബാപ്പൂട്ടി അവളെ വിളിച്ചെങ്കിലും താൻ വരുന്നില്ല എന്ന് അവൾ പറയുന്നു. ഞാൻ എല്ലാം അറിഞ്ഞിട്ടാ നിന്നെ വിളിക്കുന്നതെന്ന് ബാപ്പൂട്ടി പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും താൻ വരില്ല എന്ന് അവൾ തറപ്പിച്ചു പറയുന്നു. വേറെ വഴിയില്ലാതെ ബാപ്പൂട്ടിക്ക് അവിടെ നിന്നും പോകേണ്ടി വരുന്നു. കുറച്ചു കഴിഞ്ഞ് ബിയാത്ത് നോക്കുമ്പോൾ നബീസുവിനെ അവിടെ എങ്ങും തന്നെ കാണുന്നില്ല. ബാപ്പൂട്ടിയും ഒരുപാട് വിഷമത്തോടെ അവിടെ നിന്നും തോണിയുമായിട്ട് പോവുകയായിരുന്നു. അയാളുടെ വഞ്ചിയുടെ തുഴയിലാകട്ടെ നബീസുവിന്റെ ഒരു വള കുരുങ്ങുന്നു. അയാൾ ചുറ്റും നോക്കുമ്പോൾ ആ പുഴയിലെല്ലാം തന്നെ നബീസുവിന് അയാൾ ഇട്ട വളകളുണ്ടായിരുന്നു. അതിൽ നിന്നും നബീസു പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് മനസ്സിലാക്കാം. അവിടെയാണ് ഓളവും തീരവും എന്ന ആദ്യത്തെ ഈ കഥ അവസാനിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോറിയുടെ പേര് കടുകണ്ണാവ എന്നാണ്. പത്രപ്രവർത്തകനായ വേണുഗോപാൽ ശ്രീലങ്കയിലേക്ക് ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയ അയാളെ ആഷ്ലി എന്നൊരാൾ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. തന്റെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ വേണു ആഷ്ലിയോട് ചോദിക്കുന്നുണ്ട് കടുകണ്ണവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ടെന്ന്. 89 കിലോമീറ്റർ ഉണ്ടെന്ന് അയാൾ പറയുന്നു. ഹോട്ടലിലെത്തി റെസ്റ്റ് ഒക്കെ എടുത്ത് തന്റെ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം വേണു വീണ്ടും ആഷ്ലിയുടെ കൂടെ കാറിൽ കയറി കടുകണ്ണവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ആ സ്ഥലം സാറിന് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട് തന്റെ അച്ഛൻ ഇവിടെ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ ആരെ കാണാൻ പോവുകയാണെന്ന് ചോദിക്കുന്നു. തനിക്കൊരു റിലേറ്റീവ് അവിടെ ഉണ്ടെന്ന് അവൻ പറയുന്നു. ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് തന്റെ സിസ്റ്റർ ആണെന്നാണ് അവൻ പറയുന്നത്. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. വേണുവിന്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. വേണു ഉൾപ്പെടെ 4 മക്കളാണ് അമ്മാളുവിനുള്ളത്. വേണുവിന്റെ അച്ഛൻ കുറെ കാലത്തിന് ശേഷം അന്നാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അയാൾ ശ്രീലങ്കയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ അയാൾ വന്നപ്പോൾ അമ്മാളുവിന്റെ മുഖത്ത് സന്തോഷം ഒന്നും തന്നെ ഇല്ലായിരുന്നു. വേണു അച്ഛനെ കണ്ടതും ഓടി അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ വേണുവിന്റെ അച്ഛൻ ഇത്തവണ തനിച്ചായിരുന്നില്ല വന്നത്. ആളുടെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവളുടെ പേര് ലീല എന്നാണ്. ശ്രീലങ്കയിൽ തന്റെ താമസ സ്ഥലത്തിനടുത്താണ് ഇവളും താമസിച്ചിരുന്നത്. ഇവളുടെ അമ്മ അസുഖം വന്ന് മരിച്ചുപോയി. അവിടെ യുദ്ധം നടന്ന സമയത്ത് ബോംബ് വീണ് ഇവളുടെ അച്ഛനും മരിച്ചുപോയി. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് അവിടെ എങ്ങനെ താമസിക്കും? അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂടെ കൂട്ടിക്കൊണ്ട് പോരുന്നതാണെന്ന് അയാൾ പറയുന്നു. എന്നാൽ അമ്മാളുവിന് അറിയാമായിരുന്നു അതൊരിക്കലും അടുത്ത വീട്ടിലെ കുട്ടിയല്ല, അയാളുടെ തന്നെ മകളാണ്. അമ്മാളുവിന്റെ സഹോദരനും ശ്രീലങ്കയിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. അയാൾ വഴി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാളുവിന്റെ ഹസ്ബൻഡിന് അവിടെ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും. ആ കുട്ടിയാണ് ലീല എന്ന അമ്മാളുവിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. വേണുവിന് അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛൻ കൊണ്ടുവന്ന പുതിയ കറങ്ങുന്ന ഫാനും അച്ഛന്റെ ഉടുപ്പും എല്ലാം തന്നെ വേണു പോയി നോക്കുന്നുണ്ട്. അവൻ അച്ഛന്റെ റൂമിലിരുന്ന ഒരു ക്രീം എടുത്ത് നോക്കുമ്പോഴേക്കും ലീല അവിടേക്ക് വരുന്നു. ലീലയെ കണ്ടതും ആ ക്രീം അവൻ ടേബിളിൽ തന്നെ വെച്ച് തൂത്തിട്ട് പോകുന്നു. ഇത് കണ്ട് അവള് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അത് ടേബിളിൽ തൂക്കാനുള്ളതല്ല, മുടിയിൽ തൂക്കാനുള്ളതാണെന്ന് പറയുന്നു. ലീലയുടെ കളിയാക്കൽ ഇഷ്ടപ്പെടാതെ വേണു അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ലീല ഇടയ്ക്കിടയ്ക്ക് തന്റെ പെട്ടി തുറന്ന് അതിൽ നിന്ന് ഒരു മൂങ്ങയുടെ ബൊമ്മ എടുത്ത് നോക്കാറുണ്ട്. അതവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എപ്പോഴും ആ പെട്ടി പൂട്ടി താക്കോൽ അവളുടെ കയ്യിൽ തന്നെയാണ് അവൾ വെച്ചിരിക്കുന്നത്. വേണുവിനെ കണ്ടതും അവൾ തന്റെ ചൂണ്ടുവിരലിലിട്ട് ആ താക്കോല് കറക്കാൻ തുടങ്ങി. അമ്മാള് തന്റെ ഭർത്താവിനോട് തുറന്നു ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ തന്നെ മകളല്ലേ എന്ന്. ആൾക്കാർ പറഞ്ഞു ഞാനും കാര്യങ്ങൾ അറിഞ്ഞു. എന്നാൽ നീ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട എന്നും ആൾക്കാര് തോന്നിയതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമെന്നുമാണ് അയാൾ തിരിച്ചു മറുപടി പറയുന്നത്. സത്യം അയാൾ എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിലും അമ്മാളുവിന് മനസ്സിലായി ലീല അയാൾക്ക് ശ്രീലങ്കൻ യുവതിയിലുണ്ടായ മകള് തന്നെയാണ്. പുറത്ത് കളിക്കാനിറങ്ങിയ ലീലയാകട്ടെ തുമ്പിയെ പിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് വേണു അവൾക്കൊരു തുമ്പിയെ പിടിച്ചു കൊടുക്കുന്നു. പതിയെ പതിയെ ലീലയും വേണുവും നല്ല കൂട്ടുകാരായി മാറി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലീലയും വേണുവിന്റെ അച്ഛനും തിരിച്ചു പോകാൻ ഒരുങ്ങുകയായിരുന്നു. ലീലയ്ക്ക് വേണുവിനെ വിട്ടുപോകാൻ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. നീയും ശ്രീലങ്കയിലേക്ക് വരണമെന്ന് അവള് പറയുന്നുണ്ട്. പോകാൻ നേരം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ മൂങ്ങയുടെ ബൊമ്മ വേണുവിന് സമ്മാനിച്ചിട്ടാണ് അവള് പോകുന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ലീലയെ അന്വേഷിച്ചാണ് വേണു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മധുര പലഹാരങ്ങളും വേണു വാങ്ങുന്നുണ്ട്. ശ്രീലങ്കയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവൻ തറവാട്ടിൽ പോയി ലീല അയാൾക്ക് സമ്മാനിച്ച ആ പഴയ മൂങ്ങയുടെ ബൊമ്മയെടുത്തിട്ടാണ് അയാൾ വന്നത്. അങ്ങനെ ലീലയുടെ വീടന്വേഷിച്ച് അവരെത്തുമ്പോഴാകട്ടെ ലീലയുടെ മകൻ അവിടെ തോട്ടിൽ നിന്നും എന്തൊക്കെയോ പറിക്കുകയായിരുന്നു. അത് കണ്ട് ആഷ്ലി പറയുന്നുണ്ട് ഇവർ ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവരാണ്, അവർക്ക് ആഹാരത്തിന് പോലും വകയില്ലാത്തോണ്ടാണ് ഇതൊക്കെ പറിച്ചു കൊണ്ടുപോയി വേവിച്ച് കഴിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ശരിക്കും വേണുവിന് സങ്കടം തോന്നി. ലീലയെ അന്വേഷിച്ചാണ് തങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ ലീലയുടെ മകൻ ആകെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇവിടെ ആരും ഇല്ല എന്നും ആരെയും കാണാൻ ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞിട്ട് ആ പയ്യൻ വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. വേണു വീടിനുള്ളിലേക്ക് കയറിയതും അവിടെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ അച്ഛന്റെയും ലീലയുടെയും ചെറുപ്പത്തിലെ ഫോട്ടോ അവൻ കാണുന്നുണ്ട്. മാത്രമല്ല ലീലയും ലീലയുടെ അമ്മയും തന്റെ അച്ഛനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും അതിലുണ്ടായിരുന്നു. ആ പയ്യൻ വീണ്ടും വന്ന് ദേഷ്യപ്പെടുന്നു. ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ പറയുന്നു. ലീലയ്ക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല. വിഷമത്തോടെ വേണു അവിടെ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അവിടേക്ക് ആ മൂങ്ങയുടെ ബൊമ്മ തിരിച്ചു വെക്കുന്നുണ്ട്. വേണു പുറത്തേക്കിറങ്ങിയതും ജനലിലൂടെ കൈയെത്തി ലീല അതെടുക്കുന്നതും കാണിക്കുന്നു. ഒന്നും മിണ്ടാതെ വേണു അവിടെ നിന്നും തിരിച്ചുപോയി. ലീലയുടെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കിയ വേണു ആകട്ടെ തന്റെ കയ്യിലുണ്ടായ
കയ്യിലുണ്ടായിരുന്നതും നാട്ടിൽ നിന്ന് വരുത്തിച്ചതുമായ തുകയെല്ലാം ആശ്ലിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇനി മുതൽ എല്ലാ മാസവും അവർക്ക് വേണ്ടി ഒരു തുക അയക്കാമെന്ന് ആശ്ലിയോട് പറഞ്ഞിട്ടാണ് വേണു അവിടെ നിന്നും പോകുന്നത്. തനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇനി ലീലയ്ക്കും മകനും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് ഓർത്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു വേണു. അവിടെ ഈ കഥ അവസാനിക്കുന്നു. ബാക്കിയുള്ള സ്റ്റോറികൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.